നമസ്കാരം. തലതിരിഞ്ഞ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. തെരഞ്ഞെടുപ്പിന് 8 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം പുറത്തുവിടരുത്. കൊല്ലത്ത് പ്രേമേന്ദ്രന് ജയിക്കാൻ അറിയാവുന്നുള്ളതുകൊണ്ടും രഹസ്യം തുറന്നു പറഞ്ഞാൽ ഇനി അത് പ്രേമേന്ദ്രനെ ബാധിക്കാതിരിക്കുന്നതുകൊണ്ടും ആ രഹസ്യം ഞാൻ തുറന്നു പറയുകയാണ്. മുമ്പ് മറുനാടനിൽ വീഡിയോ ചെയ്യുമ്പോൾ പ്രേമേന്ദ്രന് എതിരാളിയെപ്പറ്റി ഞാൻ പറയാതെ പറഞ്ഞിരുന്നു. ആ പേര് കേൾക്കാൻ പലരും ആഗ്രഹിക്കുകയും വ്യക്തിപരമായി എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ആ നേതാവ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും സംഘടനാപരമായ കാരണങ്ങൾ കൊണ്ടും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും സ്ഥാനാർത്ഥിയാകാൻ വരില്ല എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സുരേഷ് കുറുപ്പ്. പ്രേമേന്ദ്രന് പറ്റിയ CPMലെ ഏക എതിരാളി. ലോക്സഭയിൽ സംസാരിക്കുന്ന കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളോട് ഇടപെടുന്ന കാര്യത്തിലായാലും രാഷ്ട്രീയ മാന്യതയുടെ കാര്യത്തിലായാലും പ്രേമേന്ദ്രന് പറ്റിയ ഒരു എതിരാളിയാണ് സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പ് ഒരിക്കലും സ്ഥാനാർത്ഥിയാവില്ല എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. TP ചന്ദ്രശേഖരൻ വധം ആയിരുന്നു അതിന് പ്രധാന കാരണം. TP വധം എനിക്ക് നൽകിയത് 3 ഷോക്കുകളാണ്. ഒന്നാമത്തേത് ചന്ദ്രശേഖരൻ ഇനിയില്ല എന്നുള്ള തിരിച്ചറിവ്. രണ്ടാമത്തേത് മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ തൻ്റെ സഹാക്കളെ അഭിവാദ്യം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വലത് കൈ തലയ്ക്ക് മുകളിൽ ഇരുന്നിരുന്നത്. മെഡിക്കൽ കോളേജിലെ സ്റ്റാഫോ പാർട്ടി പ്രവർത്തകരോ ആ കൈ പിടിച്ച് താഴ്ത്താൻ ശ്രമിച്ചു. ഓരോ പ്രാവശ്യവും പിടിച്ചു താഴ്ത്തുമ്പോഴും കൈ വീണ്ടും ഉയർന്ന് തലയ്ക്ക് മുകളിൽ പഴയ സ്ഥാനത്തെത്തുമായിരുന്നു. അതൊരു വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. തൻ്റെ സഹാക്കളോട് വിട പറയേണ്ടി വരും എന്നറിയുന്ന ഒരു നേതാവിൻ്റെ തീരുമാനിച്ചുറപ്പിച്ചുള്ള പ്രതികരണം. ആ കാഴ്ച കുറേ കാലം എന്നെ വിട്ടുപിരിഞ്ഞില്ല എന്നതാണ് സത്യം. ചന്ദ്രശേഖരൻ്റെ മൃതദേഹത്തിൽ നിന്നും വീണ്ടെടുത്ത പേഴ്സിൽ സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ കല്യാണക്കുറി ഉണ്ടായിരുന്നു എന്ന വിവരം. അതോടൊപ്പം TPയും KK രമയും കോട്ടയത്തേക്ക് പോകാനുള്ള ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റും ഉണ്ടായിരുന്നു. ആ വാർത്ത പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഒരു കാര്യവും മനസ്സിൽ ഉറപ്പിച്ചു. പിണറായി നേതൃത്വത്തിലുള്ള ഒരു കാലവും സുരേഷ് കുറുപ്പ് സ്ഥാനാർത്ഥിയാവുകയില്ല, ഉയർന്ന സംഘടനാ ചുമതല ലഭിക്കുകയുമില്ല. പാർട്ടിയിൽ സുരേഷ് കുറുപ്പ് അനാഥനായി പോയതുകൊണ്ട് രക്ഷപ്പെട്ടത് കൊല്ലത്തെ പ്രേമേന്ദ്രൻ തന്നെയാണ്. ഇനി നമുക്ക് പ്രേമേന്ദ്രൻ്റെ എതിരാളികളെ പറ്റി ചിന്തിക്കാം. പ്രധാന എതിരാളി മുകേഷാണ്. മുകേഷ് ഒരു നല്ല സിനിമാ നടനാണ്. നടനാകുക എന്നത് വലിയൊരു ജോലിയൊന്നുമല്ല. സുന്ദരനായിരിക്കണം, ശരീരത്തിൽ അഭിനയശേഷി കുടികൊണ്ടിരിക്കണം, അത്രയും മതി. സംവിധായകൻ പറയുന്ന കേട്ട് അഭിനയിക്കുന്ന ഒരാൾ. എന്നാൽ സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ സൃഷ്ടിച്ചെടുക്കാൻ മുകേഷിന് അറിയില്ല. പണ്ട് അത് ബാലചന്ദ്ര മേനോന് അറിയാമായിരുന്നു. ഇപ്പോൾ രഞ്ജിത്തും ചെയ്യാറുണ്ട്. മുകേഷ് ഒരു ബാലചന്ദ്ര മേനോൻ അല്ല. CPM എന്ന പ്രൊഡ്യൂസറും പിണറായി എന്ന സംവിധായകന് നൽകുന്ന ആജ്ഞകൾ അനുസരിക്കാൻ മാത്രമേ മുകേഷിന് അറിയുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നല്ല MP ആകാൻ കഴിയില്ല. കേരള നിയമസഭയിൽ കാണിക്കുന്ന നമ്പറുകളൊന്നും ലോക്സഭയിൽ പോരാതെ വരികയും ചെയ്യും. CPM മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഒരു നായർ ഈഴവ മത്സരം കൊല്ലത്തുണ്ടാകണം എന്ന് ആഗ്രഹിച്ചാണോ എന്നറിയില്ല. MP ആകാൻ മസിൽ പിടിച്ച് നടന്ന ചിന്താ ജെറോമിന് സീറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് CPM അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഒരു സംഭവം കൂടി പറയാം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരാവശ്യത്തിന് പ്രേമേന്ദ്രനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീടിന് ചുറ്റും പല ബിൽഡിങ്ങുകളിലും CPMൻ്റെ നിരീക്ഷകരുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് എന്നോട് പറഞ്ഞത്. ആര് വരുന്നു ആര് പോകുന്നു എന്നൊക്കെ നിരീക്ഷിച്ച് പ്രേമചന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം മനസ്സിലാക്കാൻ CPM ശ്രമിച്ചു. ഫലം ബാലഗോപാൽ തോറ്റത് 1.5 ലക്ഷം വോട്ടിനാണ്. ഇനിയും പ്രേമേന്ദ്രനെ തോൽപ്പിക്കുന്ന രഹസ്യം കൂടി പുറത്തുവിടാം. ഒരു BJP നേതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രേമചന്ദ്രൻ ജയിക്കുന്നത് കൊല്ലത്തെ BJP വോട്ട് കൊണ്ടാണ് എന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചത് കൊല്ലത്തെ നായർ വോട്ടുകൾ ആണോ എന്ന് സംശയം നിലനിൽക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ പ്രേമേന്ദ്രൻ്റെ പാർട്ടിയായ RSPക്ക് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാ ബൂത്തുകളിലും പോളിംഗ് സ്റ്റേഷനിലും ഇരിക്കാൻ ആളുണ്ടോ എന്ന കാര്യം അറിയില്ല. RSP ശക്തമായ സ്ഥലങ്ങളുണ്ട്. RSPക്ക് ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളും മണ്ഡലത്തിലുണ്ട്.
പിന്നെ പ്രേമചന്ദ്രൻ എങ്ങനെയാണ് ജയിക്കുന്നത്? പലരും ചിന്തിക്കുന്നത് ഒരു പരനാറി പ്രയോഗത്തെ പറ്റിയാണ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ കാര്യമായിരിക്കാം. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ പ്രേമചന്ദ്രനെ വിജയിപ്പിച്ചത് 50,000-ലധികം വരുന്ന ഒരു പ്രത്യേക സമൂഹം കൊല്ലത്തുണ്ട്. കൃത്യമായി പറഞ്ഞാൽ CPM-ലുണ്ട്. കൊല്ലത്തെ പഴയ VS ഗ്രൂപ്പുകാർ, CPM-ലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അവർ പലരും ഇപ്പോൾ CPM-ലില്ല. CPM-ൽ ഉള്ളവരുമുണ്ട്. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ CPM-ൽ തന്നെ നിൽക്കുന്നു. ഈ വർഗം ഒരിക്കലും പിണറായി ഗ്രൂപ്പിലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. പാർട്ടി എത്ര കർശനമായ നിർദ്ദേശം നൽകിയാലും ഈ വോട്ടുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. MA ബേബിയേക്കാളും ബാലഗോപാലിനേക്കാളും ഇപ്പോഴത്തെ മുകേഷിനേക്കാളും അവരുടെ മനസ്സിലെ കമ്മ്യൂണിസ്റ്റ് സങ്കല്പങ്ങൾ അനുസരിച്ചുള്ള ആളാണ് പ്രേമചന്ദ്രൻ. ഇനി CPM നേതൃത്വം തലകുത്തി മറിഞ്ഞാലും ഇവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അവരുടെ കണ്ണിൽ മുമ്പ് പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് ഒന്നും കമ്മ്യൂണിസ്റ്റ് ലുക്ക് ഇല്ല. അവരുടെ കാഴ്ചപ്പാടിൽ പ്രേമചന്ദ്രൻ എത്രയോ ഭേദപ്പെട്ട ആളാണ്. ഇനിയാണ് ഏറ്റവും വലിയ രഹസ്യം. ഈ VS പക്ഷ വോട്ടുകൾ എങ്ങനെ പ്രേമചന്ദ്രന് പോകാതെ നോക്കും? അതിനൊരു രഹസ്യമുണ്ട്. ചാനൽ ചർച്ചകളിൽ പ്രേമചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ക്ഷണിച്ചപ്പോൾ മകൻ്റെ കല്യാണത്തിന് മുഖ്യമന്ത്രി വന്നിരുന്നു, ആശീർവാദം നേർന്നിരുന്നു. പ്രേമചന്ദ്രനും മുഖ്യമന്ത്രിയും ഒന്നിച്ചു നിൽക്കുന്ന കല്യാണ ഫോട്ടോ സംഘടിപ്പിച്ച് അത് ഒരു പോസ്റ്ററാക്കി ഇറക്കുക, മണ്ഡലത്തിൽ എല്ലാ ഭാഗത്തും ഒട്ടിക്കുക. അത് കണ്ടാൽ പിന്നെ VS പക്ഷക്കാർ പ്രേമചന്ദ്രന് വോട്ട് ചെയ്യുകയില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ വോട്ടുകൾ പ്രേമചന്ദ്രനിൽ നിന്നും അകറ്റാൻ കഴിയും. എന്നാൽ LDFന് ആ വോട്ടുകൾ കിട്ടില്ല. അതിൻ്റെ കാരണം കൂടി ഒരു കഥയായി തന്നെ പറയാം. ബാലകൃഷ്ണൻ പറഞ്ഞു കേട്ട ഒരു കഥയാണ്. TP കൊല്ലപ്പെട്ട കാലത്ത് കോട്ടയം കുമളി റോഡിൽ എവിടെയോ ഒരു പ്രദേശത്ത് കുറച്ച് VS പക്ഷക്കാർ പാർട്ടിയിൽ നിന്നും പുറത്തു ചാടി. അവർ ചന്ദ്രശേഖരൻ്റെ ഒരു ഫോട്ടോയും ഒരു ഫ്ലെക്സും അവിടെ സ്ഥാപിച്ചു. അന്ന് രാത്രി ഔദ്യോഗിക പക്ഷക്കാർ VSകാരുടെ വീടുകൾ കയറി കാര്യമായി പെരുമാറി. പിറ്റേ ദിവസം ഇതേ ആളുകൾ BJPയുടെ ഒരു കൊടിയും ഒരു ഫ്ലെക്സ് ബോർഡും പഴയ സ്ഥാനത്ത് തന്നെ സ്ഥാപിച്ചു. പിന്നെ ആരും അവരെ കൈകാര്യം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. അനുഭവത്തിൽ പഴയ VS പക്ഷക്കാർ പലർക്കും ആധുനിക രാഷ്ട്രീയ പരിണാമ സിദ്ധാന്തം സംഭവിച്ച് BJPക്കാർ ആകുന്നു എന്നൊരു രഹസ്യ വിവരം കൂടി ഇപ്പോൾ പറയാനുണ്ട്.